ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മാവ, നമുക്കുള്ളതൊക്കെ പോയി അമ്മാവ. നമ്മളിപ്പോ വലിയ കടക്കാരാ. എപ്പോ വേണമെങ്കിലും ആൾക്കാര് ഭീഷണിപ്പെടുത്താവുന്ന കടക്കാര്. ഇനിയിപ്പോ ഹരിയുടെ വീഴ്ച വിഷമം തോന്നിട്ട് ഉള്ളതൊക്കെ അവൻ എഴുതി കൊടുക്കാൻ തീരുമാനിച്ചു കളയല്ലേ? എന്റെ ശത്രുക്കളോടാണല്ലോ അച്ഛന് പ്രിയം. ഞാൻ എന്താ പറഞ്ഞത്, അവരെന്താ കേട്ടത്? അമ്മാവനോട് ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. എവിടെയായിരുന്നു രണ്ടാളും? ഭാർഗവൻ സാറിന്റെ വീട്ടില് കൂടെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവരെ ഒന്നും കാണാതെ പറ്റില്ലല്ലോ. ഞങ്ങള് അങ്ങോട്ടൊന്നും പോയതാ. ചായ കുടിച്ചോ? ഇല്ല, ഞാൻ ചായ ഇടാം. ചായക്ക് പിന്നെ ഇടാം മോളെ. ആദ്യം നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ശ്വാസം ഒന്ന് വിട്. നിങ്ങളെ ഇവിടെ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം. എടാ, ബാങ്കിലുണ്ടായിരുന്ന കാശ ഞാൻ അതിങ്ങെടുത്തു. ആ സ്വാമിയുടെ തവണ അടയ്ക്കാനുള്ളതല്ലേ. ഇപ്പൊ ഇതെന്തിനാ നുള്ളി പറക്കി ബാങ്കിലുള്ളതൊക്കെ എടുത്തോണ്ട് വരുന്നത്? ഞാൻ ചോദിച്ചോ? നീ ചോദിച്ചിട്ട് വേണോ എനിക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ അറിയാൻ? ഇത് കൊണ്ടുവന്ന അക്കൗണ്ടിൽ തന്നെ തിരിച്ചിട്ടാ മതി. കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വഴിക്ക് നോക്കിക്കോളാം. ഏത് വഴിക്ക് നോക്കാനാ? പെരുവഴിയായിരിക്കും. പിന്നെ കൊച്ചി രാജാവിന്റെ കൊച്ചുമോനല്ലേ, എല്ലാരും കൂടെ എടുത്തു പിടിച്ചേക്ക് തരും. ഓഹോ, എനിക്ക് പ്രത്യേകിച്ച് ബന്ധുക്കളൊന്നും ഇല്ലെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ സമാധാനം കിട്ടുമല്ലോ അല്ലേ? കിട്ടിയല്ല, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാ അപ്പം നിഷേധം കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിക്കോളും. എന്ത് നിഷേധം? ഈ പണം എനിക്ക് വേണ്ടെന്ന് വെച്ചാ വേണ്ട. മോള് വിണ്ടാണ്ടിരിക്കെ, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ ഞാൻ ഇത് തിരിച്ചോണ്ട് പോയേ ബാങ്കിലൊന്നും ഇടൂല. കത്തിച്ചളെ, ഞാൻ കത്തിച്ചളെ. എന്താ ഇത്? രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കിട്ടാലോ? വഴക്കാണെന്ന് മോളൊന്ന് ചോദിച്ചു നോക്കിക്കേ, ചോദിച്ചു നോക്ക്. ഞാനേ ഇത് പോയി പിൻവലിച്ചോണ്ട് വന്നതിന്റെ സങ്കടമാ. അത് പറയാൻ വയ്യാത്ത വിഷമം കൊണ്ടാ ഈ വിഷമങ്ങൾ കാണിക്കണത്, അല്ലേടാ? അല്ലേന്ന് ഇങ്ങനെയൊക്കെ ബഹളം വെച്ചോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടാ? നിനക്ക് ഉപകരിച്ചില്ലെങ്കിൽ എനിക്ക് എന്തിനാണ് ഈ കാശ്? നീ വിഷമിക്കുന്ന ഈ അവസ്ഥയില് എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ പറ്റുകയല്ല. പോട്ടടാ. കണ്ടില്ലേ മോളെ, ഇവർ ഇത്രേ ഉള്ളൂ. അമ്മാവ, നമുക്കുള്ളതൊക്കെ പോയി അമ്മാവ. നമ്മളിപ്പോ വലിയ കടക്കാരാ. എപ്പോ വേണമെങ്കിലും ആൾക്കാര് ഭീഷണിപ്പെടുത്താവുന്ന കടക്കാര്. ഒന്ന് പോടാ ചെറുക്ക. ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് ആൾക്കാരെ പിടിച്ചേക്കുന്നില്ലേ?
ഏ? എത്ര കമ്പനിക്കാരാ 10,000-കണക്കിന് കോടിക്കണക്കിന് രൂപ കടമുണ്ടാക്കിയിട്ട് ഈ നാട്ടിലുള്ളത്. അതിന്റെയൊക്കെ ഇടയില് നമ്മുടെയൊക്കെ നഷ്ടം ചെറുതാ. മോനെ പിടിച്ചു നിൽക്കണോടാ. അതെ മോനെ സമാധാനായിട്ടിരിക്കും. ആ അമ്മാവ എന്റെ മോളെ ഇങ്ങനെ നോക്കി നിൽക്കാണ്ട് ഇവരെ ഒന്ന് പിടിച്ച് സമാധാനിപ്പിക്കും. എനിക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റുകയല്ല. പിടിക്കും മോള്. ഞാൻ കരുതി നിങ്ങൾ ശരിക്കും വഴക്കിട്ടതാണെന്ന്. രണ്ടാളും സങ്കടം മറച്ചു പിടിച്ചതാണല്ലേ? ഹരിയ സ്നേഹത്തിന്റെ വലിപ്പം കണ്ടില്ലേ? അവരുടെ ഉള്ളിലുള്ള പ്രാർത്ഥനയും ആഗ്രഹവും കണ്ടില്ലേ? അതൊക്കെ തകർത്തുകൊണ്ട് നമുക്കൊന്നും പറ്റില്ല. വിശ്വസിക്ക. അമ്മാവൻ വെച്ച് നീട്ടിയതൊക്കെ ഞാൻ എന്ന് നിഷേധിച്ചിട്ടേ ഉള്ളൂ. എല്ലാം അമ്മാവന്റെ കയ്യിലിരിക്കട്ടെന്നേ ഞാൻ പറയൂ. ഇനിയിപ്പോ ആ പാവത്തിന്റെ കൈ പോലെ ഒന്നുമില്ല. ഇതിപ്പോ ദൂർത്തടിച്ച് കളയുന്ന ഒരുത്തനെ പോലെ ആയില്ലേ ഞാൻ? ഹരി ഒന്ന് ഉറങ്ങുന്നത് പോലും ഇല്ലമ്മേ. ഒന്ന് കണ്ണടച്ച അപ്പൊ തന്നെ ചാടി എണീക്കും. പിന്നെ കുറെ കണക്ക് പറച്ചിലുകളും. ഫിനാൻസ് കമ്പനിയിൽ അടയ്ക്കേണ്ട തുകയെപ്പറ്റി, തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട പണത്തെപ്പറ്റി. നേരും നിറയായിട്ട് ജീവിക്കുന്നവനല്ലേ, അതുകൊണ്ടായിരിക്കും. അത് സ്വാഭാവികമാണ്. മോളെ, ഒരു വീഴ്ച വരുമ്പോഴാ ശക്തമായിട്ട് നമ്മൾ ഒരാളുടെ കൂടെ നിൽക്കേണ്ടത്. ജീവിത പങ്കാളിയുടെ പ്രാധാന്യം എന്താണെന്ന് ആളുകൾ തിരിച്ചറിയുന്നത് അത്തരം ഘട്ടങ്ങളിലാണ്. കൂടുതൽ വേദനിപ്പിക്കാൻ സമ്മതിക്കരുത്. എപ്പോഴും നീ അവന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അമ്മേ, അച്ഛൻ വരാറായോ? ഈ അവസ്ഥയിൽ അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഹരിക്ക് അത് വലിയൊരു ആശ്വാസമായേനെ. അച്ഛൻ ചിലപ്പോ ഇനിയും കുറച്ച് ദിവസം എടുക്കും. കൂട്ടുകാരന്റെ മകളെ കാണാതെ പോയിട്ട് അന്വേഷിച്ചു പോയതല്ലേ. അവിടെ ഇപ്പോ ആ കുട്ടി കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അയ്യോ അമ്മേ, പതുക്കെ. കൊലപാതകത്തെക്കുറിച്ച് കൃത്യമായ തെളിവൊന്നും കിട്ടിയിട്ടില്ല.